അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചതും വളർന്നതും തുടങ്ങിയതും മക്കയിലല്ലേ? ആ മക്കയിൽ നിന്ന് നബി തങ്ങൾ പോകേണ്ടി വന്നില്ലേ? ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് വഅൻത ഹില്ലും ബിഹാദൽ ബലദ് വവാലിദിൻ വമാ ബലദ് ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്. ആ സൂറത്തിൽ അല്ലാഹു തആല മക്കയുടെ ബഹുമാനം പറയാ. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്, ഈ നാട് കൊണ്ട് നബിയെ ഞാൻ സത്യം ചെയ്യുന്നു. അൻത ഹില്ലും ബിഹാദൽ ബലദ്, തങ്ങൾ ഈ നാട്ടിലുണ്ടല്ലോ. ഓ നബിയെ, തങ്ങൾ ഈ നാട്ടിൽ ഇറങ്ങിയിരിക്കെ ഈ നാട് കൊണ്ട് നമ്മൾ സത്യം ചെയ്യുന്നു. അല്ലാഹു തആല ഒരു നാട് കൊണ്ട് സത്യം ചെയ്യാൻ കാരണം അല്ലാഹുവിന്റെ റസൂൽ എവിടെ ഉണ്ട് എന്നത് തന്നെ. ആ മക്കത്തുൽ മുകറമ, ആ മക്കത്തുൽ മുകറമയിൽ നിന്ന് നബിതങ്ങൾ ശത്രുക്കളുടെ ശത്രുതയാൽ പോകേണ്ടി വന്നല്ലോ. അല്ലാഹുവിന്റെ മുൻകൂട്ടിയുള്ള തീരുമാനം, അതിൽ റബ്ബിന് പല രഹസ്യങ്ങളുമുണ്ട്. അതിലേക്ക് ഇപ്പൊ നമ്മൾ കടക്കുന്നില്ല. സുഹൃത്തുക്കളെ, ആ മക്കയിൽ നിന്ന് പോകേണ്ടി വന്നു. അപ്പോൾ പിന്നെ മക്കയിൽ നബിതങ്ങളില്ലല്ലോ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച നാട്ടിൽ ഇപ്പൊ നബിതങ്ങളില്ലല്ലോ. നബിതങ്ങൾ അവിടുന്ന് പോയില്ലേ? പക്ഷെ ആ മക്കയിലെ കുന്നുകൾ കൊണ്ടോ നബിതങ്ങളുള്ള സ്നേഹം മാറിയിരിക്കുന്നു. അവിടുത്തെ കുന്നുകളുണ്ടോ നബിതങ്ങളെ അവഗണിച്ചിരിക്കുന്നു. അവിടുത്തെ കല്ലുകളുണ്ടോ നബിതങ്ങളെ അവഗണിച്ചിരിക്കുന്നു. ഇല്ല. കല്ലിന്റെ വിവരമില്ലാത്ത, കുന്നിന്റെ വിവരമില്ലാത്ത, അതേ മണ്ണിന്റെ വിവരമില്ലാത്ത, അചേതന വസ്തുക്കളുടെ ചിന്ത പോലുമില്ലാത്ത വിരോധികളല്ലേ ഹബീബായ നബിതങ്ങളെ അവിടെ ജീവിക്കുമ്പോ ശല്യം ചെയ്തത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം, അവിടുന്ന് പറഞ്ഞു, ഇന്നീ ലഅരിഫു ഹജറൻ കാന യുസല്ലിമു അലയ്യ ഖബ്ല അൻ ഉബ്അഥ. കുട്ടിക്കാലത്ത് ഞാൻ 40 വയസ്സായിട്ട് ഖുർആൻ ഓതിക്കൊടുക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം കിട്ടി. ആ ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കാനുള്ള ആ ഒരധികാരം കിട്ടി പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ എന്റെ കുട്ടിക്കാലത്ത് എന്നെ കണ്ടാൽ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് യാ നബിയല്ലാഹ് എന്ന് നമ്മൾ സലാം പറയാറില്ലേ? ആ ഹബീബായ നബി തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല കുന്തു നബിയൻ വ ആദമു ലമുൻജദിലു ഫീ തീനതിഹി, ആദം നബി കളിമണ്ണിലുള്ള സമയത്ത് തന്നെ നബിയായി അവരോധിച്ചു കഴിഞ്ഞതല്ലേ? ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് കുട്ടിക്കാലത്ത് ഇങ്ങനെ നടന്നു പോകുമ്പോ അവിടുന്ന് പറയുന്ന, എനിക്കൊരു കല്ലിനെ അറിയാം, ഇപ്പോഴും ആ കല്ലിനെ എനിക്കറിയാം. നീലാരിഫു ഹജറൻ, ഞാൻ നന്നായി ഒരു കല്ലിനെ അറിയും. ആ കല്ലെന്താണ് ചെയ്തത്? അതേ കാന യുസല്ലിമു അലയ്യ ഖബ്ല അൻ ഉബ്അഥ. ചിലർക്കുണ്ടൊരു പറച്ചില്, വിവരമില്ലാത്ത പുത്തൻവാദിക്കുണ്ടൊരു പറച്ചില്. അവൻ പറയും ചിലപ്പോ 40-40 വയസ്സിൽ ഖുർആൻ കിട്ടിയപ്പോ മഹത്വം ഉണ്ടായി, ജനിക്കുമ്പോ നബിക്കൊരു മഹത്വവും ഇല്ലെന്നൊക്കെ പറയുന്ന ചില ആളുകളില്ലേ. പടച്ച റബ്ബേ, നീ കാക്കണേ. ഞങ്ങളെ സന്താന പരമ്പരകളിൽ, ശിഷ്യ പരമ്പരകളിൽ ഒരാളെയും നീ ആ കൂട്ടത്തിൽ പെടുത്തല്ലേ അല്ലാ. എന്തൊരു ലക്ഷണക്കേടാണ്, എന്തൊരു ചിന്തക്കുറവാണ്. കല്ല്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, കുട്ടിക്കാലത്ത് നബിതങ്ങൾ പോവുകയാണ്. അന്ന് അതാ ഹിറയിൽ നിന്ന് ഖുർആൻ കിട്ടിയതിന് ശേഷമല്ല, കുട്ടിക്കാലത്ത് നടന്നു പോകുമ്പോ കല്ല് സലാം പറയാണ്, അസ്സലാമു അലൈക യാ നബിയല്ലാഹ്. കല്ല് സലാം പറയാണ്. ആ കല്ലിനെ എനിക്കറിയാമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ശ്രദ്ധിച്ചോ ചെറുപ്പക്കാരാ, അവിടുത്തെ കേൾവി സാധാരണ കേൾവിയാണോ? കല്ല് സലാം പറഞ്ഞാ ഞാനും നീയും കേൾക്കുമോ? കല്ലിന്റെ ശബ്ദം നീയും ഞാനും കേൾക്കുമോ? അതും എപ്പോഴാ കേട്ടത്? 40 വയസ്സിന് മുമ്പല്ലേ. അപ്പൊ നബി തങ്ങളെ മഹത്വം 40 വയസ്സ് മുതൽക്ക് മാത്രമാണോ? അവിടുത്തെ അതാ അസാധാരണമായ കേൾവി അത് കുട്ടിക്കാലത്ത് തന്നെ ഉണ്ടായില്ലേ? അവിടുന്ന് കല്ലിന്റെ സലാം കേട്ടില്ലേ? ആ കല്ല് സലാം പറയാണ്. ആ സലാം അവിടുന്ന് കേൾക്കുകയാണ്. ഇന്നും ആ കല്ലിനെ എനിക്ക് പരിചയമുണ്ടെന്ന് ഹബീബായ നബി തങ്ങൾ പറയാണ്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ നബി തങ്ങൾക്കുള്ള മഹത്വം? ആ നബി തങ്ങളെ കൂടെ നടന്നാലും ചിലപ്പോ അങ്ങനത്തെ ചില പവർ ഉണ്ടാകും. അതല്ലേ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, കുന്തു മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ പോവുകയായിരുന്നു. മക്കയിൽ വെച്ച് ഞാൻ ഇങ്ങനെ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ പോവുകയായിരുന്നു.
ആദ്യമായി വിശ്വസിച്ചവരുടെ കൂട്ടത്തിൽ അതേ പ്രായമുള്ള വലിയാളെ കൂട്ടത്തിൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ്, സ്ത്രീകളെ കൂട്ടത്തിൽ ഒന്നാമത്തത് ഖദീജത്തുൽ കുബ്ര, കുട്ടികളെ കൂട്ടത്തിൽ ഒന്നാമത് വിശ്വസിച്ച വ്യക്തി സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കുട്ടിക്കാലത്ത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിക്കാൻ ഭാഗ്യം ലഭിച്ച മഹാനാണ്. പിതൃ സഹോദരന്റെ മകനുമാണ്. സുബ്ഹാനല്ലാഹ്, തങ്ങന്മാരെ കൂട്ടത്തിൽപ്പെട്ടതാ. അതിന്റെ പുറമെ പിൽക്കാലത്ത് നബി സല്ലല്ലാഹുവിന്റെ മരുമകനുമാണ്, അഥവാ ജാമാതാവാണ്, മകളെ ഭർത്താവാണ്. വടകര ഭാഷയിൽ പറഞ്ഞാൽ പുതിയാപ്പിളയാണ്. അപ്പോ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാന് മക്കയിലൂടെ ഇങ്ങനെ പോവാണ്. ഫഖറജ്നാ ഫീ ബഅദി നവാഹിഹാ, ഇങ്ങനെ മക്കയുടെ ചില ഭാഗത്തു കൂടി ഞങ്ങൾ ഇങ്ങനെ പുറപ്പെട്ടു പോയി. ഫമസ്തഖബലഹു ജബലുൻ വലാ ശജറുൻ, ഒരൊറ്റ കുന്നും മലയും കല്ലും, വലാ ശജറുൻ, ഒരു മരവും നബി തങ്ങളെ എതിരേറ്റിട്ടില്ല. ഇല്ലാ വഹുവ യഖൂലു അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. ഞാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പോകുമ്പോ എല്ലാ മലയും കുന്നും മരവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുമ്പോ അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. എന്നിട്ട് നീ ചൊല്ലിക്കോ, യാ നബി സലാം അലൈക്കും യാ റസൂൽ സലാം عليكم يا حبيب سلام عليكم صلوات الله عليكم. നമ്മൾ സലാം പറയുന്നതൊന്ന് പറയാറുണ്ടോ? ഇന്നല്ലാഹു മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. സലാത്ത് ചൊല്ലിക്കോ, സലാം ചൊല്ലിക്കോ, ഖുർആനാണ്. പക്ഷേ പടച്ചവൻ ഹിദായത്തിന്റെ വെളിച്ചം കൊടുത്തില്ലെങ്കിൽ എന്തു ചെയ്യും? നിങ്ങൾ കേട്ടിട്ടില്ലേ? ഒരു മൗലവി, ആ മൗലവിനെ കാണാഞ്ഞിട്ട് കുറെ JCB കൊണ്ട് മാന്തി നോക്കി. അങ്ങനത്തെ ഒരു മൗലവി, ആ മൗലവി പറഞ്ഞു അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് നിസ്കാരത്തിൽ പറഞ്ഞാൽ അപ്പം മുശ്രിക്കായി, ശിർക്ക് ചെയ്തവനായി പോകുന്നത്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറഞ്ഞാൽ മുശ്രിക്കായി പോകും. എന്താ തെളിവ്? പുത്തൻവാദികൾ സാധാരണ ഒന്ന് ആയത്താ തെളിവ് പറഞ്ഞത്. ലാ തദൂ മഅല്ലാഹി അഹദാ എന്ന് ഖുർആനിലുണ്ട്. അള്ളാഹിന്റെ കൂടെ ആരെയും വിളിക്കാൻ പാടില്ല. അതുകൊണ്ട് അസ്സലാമു അലൈക അയ്യുഹൻ നബി പറഞ്ഞാൽ ശിർക്ക് ചെയ്ത മുശ്രിക്കാവൂ എന്ന് പറഞ്ഞു. നമസ്കാരത്തിന്റെ പുസ്തകത്തിൽ ആ മൗലവി. സുബ്ഹാനല്ലാഹ്, അല്ലാഹ് പറയുന്നു വസല്ലിമു തസ്ലീമാ. നബി തങ്ങൾക്ക് നിങ്ങൾ സലാം പറഞ്ഞോ, പറഞ്ഞേ പറ്റൂ, സലാം പറഞ്ഞേ പറ്റൂ. മുസ്ലിം ലോകം മുഴുക്കയും വിളിക്കുകയാണ് മദീനയിലുള്ള നേതാവിനെ. അതൊരു സാധാരണ നേതാവല്ല, അനുയായികൾ സാധാരണ പോലെ കാണുന്ന നേതാവുമല്ല. ലോകത്തേത് നേതാവുണ്ട് ദിവസേന 5 നേരം അനുയായികൾ വിളിക്കുന്ന നേതാവ്? അതും 1500ഓളം കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ ഭൗതിക ലോകത്ത് നിന്ന് വിട പറഞ്ഞിട്ടും അനുയായികൾ, കോടിക്കണക്കിന് അനുയായികൾ ദിനേന 5 നേരം വിളിക്കുന്നൊരു നേതാവ്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയോ വിളിക്കാത്ത മുസ്ലിമുണ്ടോ? അല്ലാഹ് പറയുന്ന സല്ലിമു തസ്ലീമാ, നിങ്ങൾ സലാം പറഞ്ഞോ. ആ സലാം പറയുന്നത് കൊണ്ട് ശിർക്ക് വരൂന്ന് കേട്ടപ്പോ സുബ്ഹാനല്ലാഹ്, എന്നാ ശിർക്ക് വരണ്ടാന്ന് വിചാരിച്ച് നമ്മക്കത് ഒഴിവാക്കാൻ പറ്റുമോ? ഏതോ ഒരു വിവരം കെട്ടവൻ ഒരു നല്ല കാര്യത്തെക്കുറിച്ച് അത് ശിർക്കാണ് എന്ന് പറയുമ്പോ എന്തായാലും ഒരുത്തൻ എങ്ങനെ പറഞ്ഞില്ലേ, അതുകൊണ്ടത് വേണ്ടാന്ന് വെക്കുക. അങ്ങനെയുണ്ട് ചില ആളുകൾക്കൊരു ചോദ്യം. എന്തായാലും റസൂലുള്ളാഹിനെ വിളിക്കുന്നതും പറയുന്നതും ശിർക്കാന്ന് രണ്ടാളുകൾ പറഞ്ഞില്ലേ, അതുകൊണ്ട് പിന്നെ നമ്മൾ വിളിക്കണ്ടാന്ന് വെക്കുക. അങ്ങനെയൊന്നും ഒരു ദഅവത്തുമില്ല കേട്ടോ. ഒരു തബ്ലീഗ് ജമാഅത്തിന്റെ ആശയമില്ലേ. ഏതായാലും കുറെ കൂട്ടര് പറഞ്ഞില്ലേ റസൂലുള്ളാഹിനെ വിളിക്കണ്ട, പറയണ്ട, അതുകൊണ്ട് നമ്മളത് വേണ്ടാന്ന് വെക്കുക. അങ്ങനെ വേണ്ടാന്ന് വെക്കുകയാണെങ്കിൽ ചേകനൂർ മൗലവി പറഞ്ഞില്ലേ നിസ്കാരത്തിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബി പറഞ്ഞൂടാ? അത് പറഞ്ഞതിന്റെ പേരിൽ മുസ്ലിം ലോകം അത് കൈയൊഴിക്കാനാണോ?
വിവരം കെട്ടവൻ അവന്റെ വിവരക്കേട് പറഞ്ഞാൽ വലിച്ചെറിയുക കടലിലേക്ക് എന്നല്ലാതെ മുസ്ലിം ലോകത്തിന് അംഗീകരിക്കേണ്ട ആവശ്യമുണ്ടോ? അതുകൊണ്ടാണ് ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നീ ഉറപ്പിച്ചോളണം, يجوز ويحسن التوسل والاستغاثة والتشفع بالنبي صلى الله عليه وسلم. അല്ലാഹുവിന്റെ റസൂലിനെ ഇടയാളനാക്കി ചോദിക്കുന്നത്, അല്ലാഹുവിന്റെ റസൂലിനോട് ഡയറക്റ്റ് തന്നെ സഹായം ചോദിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശുപാർശക്കാരനായി ചോദിക്കുന്നത്, അത് പുണ്യകർമ്മമാണെന്ന് വിശ്വസിച്ചോളണം, നീ ഉറപ്പിച്ചോളണം. നീ ആരെങ്കിലും കാര്യം മനസ്സിലാക്കാതെ പറഞ്ഞെങ്കിൽ നീ അതിൽ പെട്ടുപോകണ്ട എന്ന് ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്തുകൊണ്ടാ? മോനെ, ഏതെങ്കിലും അറിവില്ലാത്തവരോ അതാ കാര്യം മനസ്സിലാക്കാൻ കഴിയാതെ അബദ്ധത്തിൽപ്പെട്ടവരോ അവര് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ നിർവാഹമില്ല. ഇരിക്കട്ടെ, ആ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലോകം മുഴുക്ക സലാം പറയുന്നു. അങ്ങനെ സലാം പറഞ്ഞാലോ അവിടുന്ന് പറയുന്ന മാമിൻ അഹദിൻ യുസല്ലിമു അലയ്യ ഇല്ലാ വറദ്ദല്ലാഹു റൂഹി ഫർദ് അലൈഹിസ്സലാം. എവിടെ വെച്ചെന്റെ ഉമ്മത്ത്, എത്ര പാവപ്പെട്ടവനോ പണക്കാരനോ പണ്ഡിതനോ പാമരനോ, ഏത് രോഗമുള്ളവനോ ആരോഗ്യമുള്ളവനോ, ഏതൊരു മുഅ്മിനായ മനുഷ്യൻ എവിടെ നിന്ന് എനിക്ക് സലാം പറയുന്നുണ്ടോ ആ സലാം ഞാനറിയുന്നു, ഞാനത് മടക്കുന്നു. അതിനുള്ള സംവിധാനം എന്റെ റബ്ബെനിക്ക് എന്റെ വഫാത്തിന് ശേഷം ചെയ്തു തരുന്നു. എന്റെ ആത്മാവിനെ റബ്ബെനിക്ക് തിരിച്ചു തരുന്നു. ആ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എങ്ങനെ സലാം പറയാതിരിക്കും? അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പറയാണ്, ഞങ്ങൾ മക്കയുടെ ഭാഗത്തിലൂടെ ഇങ്ങനെ പോകുമ്പോ കല്ലുകൾ, മരങ്ങൾ ഹബീബായ നബിയെ കാണുമ്പോ അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, സലാം പറയുകയാണ്, സലാം പറയുകയാണ്. ഹബീബായ നബി തങ്ങൾ കല്ലിന്റെ സലാം കേട്ടു എന്ന് നേരത്തെ ഞാൻ സഹീഹ് മുസ്ലിമിലെ ഹദീസ് പറഞ്ഞെങ്കിൽ ഇത് ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അവിടെ നിങ്ങൾ കണ്ടോ, അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സിന്റെ ബറക്കത്ത്, റസൂലുള്ളാഹിന്റെ കൂടെ അങ്ങ് നടക്കുമ്പോ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾക്കും ആ സലാം കേൾക്കാൻ കഴിയുന്നു. കൂടെ കൂടിയപ്പോൾ സാധാരണ കാതല്ല, സാധാരണ കേൾവിയല്ല, അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾക്ക് കല്ലിന്റെയും മരത്തിന്റെയും സലാം കേൾക്കാൻ കഴിയുന്നു. ഇത് തന്നെയല്ലേ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്? ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തില്ലേ, കുന്നാ നസ്മഉ തസ്ബീഹത്ത് തആമി വഹുവ യഉകലു. നബി തങ്ങളെ കൂടെ ഞങ്ങൾ ഭക്ഷണത്തിനിരുന്നാൽ ഭക്ഷണം തസ്ബീഹ് ചൊല്ലുന്നത് ഞങ്ങൾ കേൾക്കാറുണ്ട്. ഹബീബായ നബി തങ്ങളെ സദസ്സിൽ ഭക്ഷണത്തിനിരുന്നാൽ ഭക്ഷണത്തിന്റെ തസ്ബീഹ് ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ആ സദസ്സിൽ പങ്കെടുത്തവരുടെ കാതിന് അസാധാരണ ശക്തി കിട്ടുന്നു, തസ്ബീഹ് കേൾക്കുന്നു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു.